നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ബിരിയാണിയാണ്. അതിനു വേണ്ടി 2.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടി ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 മുട്ട, 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് പൊരിച്ചെടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് കോരി മാറ്റാം. മുഴുവനായ ഉള്ളിയും പൊരിച്ചെടുക്കണം. ബാച്ചായിട്ടാണ് ഞാനിവിടെ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ 3 ബാച്ചും പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നാൽ ചിക്കൻ കോരി മാറ്റാം. മുഴുവൻ ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ ഫ്രൈ വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ബാക്കി മുഴുവൻ ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെക്കാം.
മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഹോൾ സ്പൈസസ്, 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു ലെമൺ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. %90 വെന്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ദമ്മിട്ടെടുക്കാം. അതിനായി ആദ്യം മാറ്റി വെച്ച മസാലയിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാലും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊരിച്ച് മാറ്റി വെച്ച ഉള്ളിയും അതുപോലെ മല്ലിച്ചപ്പും ഇട്ട് അടച്ച് വെച്ച് 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ച് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.